അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇനി നമുക്ക് 2 പാഠങ്ങളാണ് മാത്തമാറ്റിക്സിൽ ബാക്കിയുള്ളത്. ഒന്നാമത്തെ പാഠമാണ് ഇന്ന് പഠിക്കാനുള്ളത്, ആൾജിബ്രിക് എക്സ്പ്രഷൻസ്. ആൾജിബ്രിക് എക്സ്പ്രഷൻസ് എന്ന ഭാഗം നിങ്ങൾ കഴിഞ്ഞ വർഷം 1ാം ക്ലാസ്സിൽ പഠിച്ച ഭാഗം തന്നെയാണ്. അതൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് വിശദമായി പഠിക്കുകയാണ്. അപ്പോൾ ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെയാണ് ഫോം ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കപ്പെടുന്നത് എന്നാണ് ആദ്യം പഠിക്കാനുള്ളത്. ഹൗ ആർ എക്സ്പ്രഷൻസ് ഫോംഡ്? ടെക്സ്റ്റ് ഇല്ലാത്തവരൊക്കെ പ്രിൻ്റ് എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അത് നോക്കി മനസ്സിലാക്കി. അപ്പോൾ എക്സ്പ്രഷൻസ് എങ്ങനെയാണ് ഫോം ചെയ്യപ്പെടുന്നത്? ഒരു എക്സ്പ്രഷനിൽ എന്തായാലും അതിലൊരു വേരിയബിൾ നിർബന്ധമാണ്. വേരിയബിളിന് അധികവും ഉപയോഗിക്കാറുള്ളത് ലെറ്ററുകളാണ്, ഇംഗ്ലീഷ് ലെറ്ററുകൾ. എക്സ്, വൈ, എൽ, എം, സെഡ്, ഒ, പി, അങ്ങനെ ഏതെങ്കിലും ഒരു ലെറ്ററാണ് വേരിയബിളായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഈ വേരിയബിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ വേരിയബിളിന് പ്രത്യേക ഒരു വാല്യൂ ഉണ്ടാവില്ല. എക്സ് എന്ന് പറയുകയാണെങ്കിൽ എക്സിൻ്റെ 4x, ഉദാഹരണത്തിന് 4x എന്ന് പറയുകയാണെങ്കിൽ ഈ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് വാല്യൂ അവിടെ ഉദ്ദേശിക്കാം. എക്സിൻ്റെ സ്ഥാനത്ത് 1 ആകാം, 0 ആകാം, 8 ആകാം, 1000 ആവാം, എന്തുമാവാം. അപ്പോൾ ഒരു പ്രത്യേക വാല്യൂ ഇല്ലാത്ത ഏത് വാല്യൂ ഉദ്ദേശിക്കാൻ പറ്റുന്ന ഒരു സാധനത്തിനാണ് വേരിയബിൾ എന്ന് പറയാം. വേരിയബിൾ അല്ലാത്തതിന് 4x എന്നതിൽ 4 എന്നതിന് പറയുന്ന പേര്, എക്സ് എന്നത് വേരിയബിളാണ്. 4 എന്നതിന് പറയുന്ന പേര് കോൺസ്റ്റൻറ്റ് എന്നാണ്. വേരിയബിളിന് വേരിയബിൾ എന്ന് പറയാൻ കാരണം വേരി എന്ന് പറഞ്ഞാൽ മാറുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ മാറുന്ന വേരിയബിൾ, മാറാൻ പറ്റുന്ന. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആയ വാല്യൂ ഉള്ളതിനാണ് കോൺസ്റ്റൻ്റ് എന്ന് പറയാം. 4 എന്ന് പറഞ്ഞാൽ 4 തന്നെയാണ് അവിടെ ഉദ്ദേശം. അവിടെ 4 അല്ലാത്ത മറ്റൊരു സംഖ്യയും അവിടെ ഉദ്ദേശിക്കപ്പെടില്ല. അപ്പോൾ അതാണ് കോൺസ്റ്റൻ്റ്. അപ്പോൾ ഇങ്ങനെ വേരിയബിൾ ഉള്ള സാധനങ്ങൾക്കാണ് എക്സ്പ്രഷൻ എന്ന് പറയാറുള്ളത്. ഓക്കെ. അപ്പോൾ എക്സ്പ്രഷൻ്റെ കൂടെ വേരിയബിൾ കൂടിയിട്ട് വരാം, അല്ലെങ്കിൽ ഒരു വേരിയബിളിൻ്റെ കൂടെ കോൺസ്റ്റൻ്റ് കൂടിയിട്ട് വരാം, അല്ലെങ്കിൽ ഒരു വേരിയബിൾ തന്നെ 2 തവണ കൂടിയിട്ട് വരാം. ഉദാഹരണത്തിന് x² എന്ന് പറയുമ്പോൾ x² എന്ന് പറഞ്ഞാൽ x ഇൻറ്റു എക്സ് എന്നാണ്. x² എന്ന് പറഞ്ഞാൽ x ഇൻറ്റു എക്സ്. അപ്പോൾ 2x കൂടിയതാണ്. രണ്ടും ഒരേ വേരിയബിളാണ്. ഇതിനെക്കുറിച്ചും എക്സ്പ്രഷൻ എന്ന് പറയും. എക്സ് ഇൻറ്റു എക്സ്, x². ഓക്കെ. അല്ലെങ്കിൽ x⁻² എന്നും ഇതിന് പറയാം. x⁻² എന്നും ഇതിന് പറയാറുണ്ട്. അല്ലെങ്കിൽ x ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്, x³ x⁻3, അല്ലെങ്കിൽ x⁻4. ഇതൊക്കെ വേരിയബിളുകൾ കൂടിയിട്ടുണ്ടാകുന്ന എക്സ്പ്രഷൻസാണ്. ഇനി അടുത്തതായി പഠിക്കാനുള്ളത്, ഒരു എക്സ്പ്രഷന് കിട്ടിക്കഴിഞ്ഞാൽ ആ എക്സ്പ്രഷനിൽ ടേംസ് ഉണ്ടാകാം. ഒരു എക്സ്പ്രഷന് ടേമുകൾ ഉണ്ടാവാം. ടേംസ് ഓഫ് എക്സ്പ്രഷൻസ് ആണ് അടുത്ത ഹെഡിങ്. ടേംസ് എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് 3x + 4. ഇവിടെ ടേംസ് എന്ന് പറഞ്ഞാൽ ഈ പ്ലസ് മൈനസ് ഒഴിവാക്കിയിട്ടുള്ള ബാക്കി ഭാഗങ്ങൾക്കാണ് ടേംസ് എന്ന് പറയാറുള്ളത്. ഓക്കെ. ടേംസ്. അപ്പോൾ 3x + 4 എന്നതൊരു എക്സ്പ്രഷനാണ്.
ആ എക്സ്പ്രഷനിൽ 3x ഒരു ടേമാണ് എന്നതുപോലെ 4 എന്നത് മറ്റൊരു ടേമാണ്. ഓക്കെ, 3x ഒരു ടേം, 4 എന്നത് മറ്റൊരു ടേം. അപ്പോൾ ഇതാണ് ടേമിനെ കുറിച്ച് പറയാനുള്ളത്. ചില ടേമുകൾ മൈനസ് കൂടി വരാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 3x -4 എന്നാണെങ്കിൽ ഇവിടുത്തെ ടേംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 3x ഒരു ടേമാണ്, അതുപോലെ മറ്റേത് -4 എന്നാണ് പറയുക. വെറും 4 എന്നല്ല പറയുക, മൈനസ് കൂട്ടിയിട്ടാണ് ടേം ഉപയോഗിക്കാറുള്ളത്. മുമ്പ് മൈനസ് ഉണ്ടെങ്കിൽ ആ ടേമിന് മൈനസ് ഉപയോഗിച്ചിട്ടാണ് ആ ടേമിനെ ഉപയോഗിക്കാറുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ടേംസ് ഓഫ് ആൻ എക്സ്പ്രഷൻ എന്ന ടെക്സ്റ്റിൽ ഉള്ള ഹെഡിങ്ങിൻ്റെ ഏറ്റവും താഴെ ഒരു പെട്ടിയിലാക്കിയിട്ട് എഴുതിയതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഒരു ടേം പറയുമ്പോൾ അതിൻ്റെ കൂടെ മൈനസ് ഉണ്ടെങ്കിൽ ആ മൈനസ് കൂട്ടിയിട്ടായിരിക്കും അതിൻ്റെ ടേം പറയാം. ഇനി അടുത്ത ഹെഡിങ് ഫാക്ടേഴ്സ് ഓഫ് എ ടേം. ഒരു ടേമിൻ്റെ ഫാക്ടറുകളാണ്. ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഘടകം എന്നാണല്ലോ മലയാളത്തിൽ പറയാം. അപ്പോൾ നമ്മൾ 2 സംഖ്യകൾ ഗുണിക്കുമ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് കിട്ടും. ഉദാഹരണത്തിന് 3 × 4 12. 12 പ്രൊഡക്റ്റാണ്. ആ 12ൻ്റെ ഫാക്ടറുകൾ 1 3 1 4. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സാധനം അതാണ് ഫാക്ടർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം 3x + 4. 3x എന്നതൊരു ടേമാണെന്ന് പറഞ്ഞു, 4 എന്നത് മറ്റൊരു ടേമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ടേമിനും ഫാക്ടറുകൾ ഉണ്ടാവും. അപ്പോൾ 3x എന്നതിൻ്റെ ഫാക്ടർ, 3x എന്ന ടേമിൻ്റെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒന്ന് 3ഉം മറ്റൊന്ന് x. അപ്പോൾ 3x എന്ന ടേമിൻ്റെ ഫാക്ടേഴ്സ് ഓഫ് ടേം 3x, ഒന്ന് 3 മറ്റൊന്ന് x. എന്നതുപോലെ 4 എന്ന ടേമിൻ്റെ ഫാക്ടറുകൾ എന്ന് പറഞ്ഞാൽ 4 മാത്രമാണ്. ഓക്കെ, ഇനി സ്ക്വയർ ആയിട്ട് വരികയാണെങ്കിൽ ഉദാഹരണത്തിന് 3x² + 5. 3s² എന്നത് ഒരു ടേമാണ്, 5 മറ്റൊരു ടേമാണ്. അപ്പോൾ 3x² എന്നത് അവിടെ 3 ടേമുകളുണ്ട്. 3 ഫാക്ടറുകളുണ്ട്. ഒന്ന് 3, മറ്റൊന്ന് x, വീണ്ടും ഒരു x. ഈ 3 ഫാക്ടറുകൾ കൂടിയിട്ടാണ്, ഈ 3 സംഖ്യകളെ ഗുണിക്കുമ്പോഴാണ് 3x² എന്ന ടേം ലഭിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനാണ് ഫാക്ടറുകൾ എന്ന് പറയാം. ഇനി ക്യൂബ് ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന് 3x³ എന്നാണെങ്കിൽ അതിൻ്റെ ഫാക്ടറുകൾ എന്ന് പറഞ്ഞാൽ 3x x x. ചിലപ്പോൾ 2 വേരിയബിൾ അടുപ്പിച്ച് വരാം. ഒരേ ടേമിൽ തന്നെ 2 വേരിയബിളുകൾ അതിൻ്റെ ഫാക്ടറുകളായിട്ട് വരാം. ഉദാഹരണത്തിന് 3xy + 6y. ഇവിടെ 3xy എന്നതൊരു ടേമാണ്, 6y എന്നത് മറ്റൊരു ടേമാണ്. 3xy എന്ന ടേമിൻ്റെ ഫാക്ടറുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് 3, മറ്റൊന്ന് x, മറ്റൊന്ന് y. അതുപോലെ 6y എന്നതിൻ്റെ ഫാക്ടറുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് 6ഉം ഒന്ന് y-ഉം. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് കോയിഫിഷ്യൻ്റ് ആണ്. കോയിഫിഷ്യൻ്റ് എന്ത് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കും. COEFFICIENT, ഇതാണ് സ്പെല്ലിംഗ്. കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടേമിലുള്ള ന്യൂമറിക്കൽ ഫാക്ടർ. ന്യൂമറിക്കൽ എന്ന് പറഞ്ഞാൽ നമ്പറായിട്ടുള്ള ഫാക്ടറിനാണ് കോയിഫിഷ്യൻ്റ് എന്ന് പറയാം. മനസ്സിലായല്ലോ? കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഫാക്ടറുകൾക്ക് കോയിഫിഷ്യൻ്റ് ഉപയോഗിക്കാറുണ്ടെങ്കിലും മുത്തലഖൻ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ ഫാക്ടർ, ഒരു ടേമിൻ്റെ ന്യൂമറിക്കൽ ഫാക്ടറിനാണ്
കോയിഫിഷ്യൻ്റ് എന്ന് പറയാറുള്ളത്. ഉദാഹരണത്തിന് 3x + 4 എന്നാണെങ്കിൽ 3x എന്ന ടേമിലെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 3 ആണ്. അതാണ് ന്യൂമറിക്കൽ ഫാക്ടറായിട്ടുള്ളത്. മറ്റേത് ന്യൂമറിക്കൽ അല്ല, അത് നമ്പറല്ല, എക്സ് എന്നുള്ള നമ്പറല്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് കോയിഫിഷ്യൻ്റ് എന്ന് പറയില്ല. ഓക്കെ. അതുപോലെ 4 എന്ന ടേമിലെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 4 ആണ് അവിടുത്തെ കോയിഫിഷ്യൻ്റ്. ഇനി ചിലപ്പോൾ ചില ടേമിൽ വെറും വേരിയബിൾ മാത്രം വരാം. ഉദാഹരണത്തിന് 3x + y. അപ്പോൾ 3x എന്ന ടേമിൽ അവിടെ 2 ഫാക്ടറുകളാണ്, ഒന്ന് 3യും ഒന്ന് y. അവിടെ ന്യൂമറിക്കൽ ഫാക്ടർ 3 ആണ്. അപ്പോൾ ആ 3 എന്നതാണ് അവിടുത്തെ കോയിഫിഷ്യൻ്റ്. നേരെ മറിച്ച് അപ്പുറത്തുള്ള y എന്ന ടേമിൽ അവിടെ കോയിഫിഷ്യൻ്റ് കാണുന്നുണ്ടാവില്ല, ന്യൂമറിക്കൽ ഫാക്ടർ അവിടെ കാണുന്നുണ്ടാവില്ല. ശരിക്കും അവിടുത്തെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. കാരണം 1 × y, അതാണല്ലോ y. 1 × y ചെയ്താലാണ് y എന്ന് കിട്ടുക. അപ്പോൾ ആ y എന്ന ടേമിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ. അപ്പോൾ 1നെ കുറിച്ചാണ് ഇവിടെ കോയിഫിഷ്യൻ്റ് എന്ന് പറയാം. ഇനി മൈനസ് വരികയാണെങ്കിലോ, ഉദാഹരണത്തിന് 3x - y എന്നാണെങ്കിൽ 3x എന്ന ടേമിലെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 3 ആണ്. -y എന്ന നമ്മൾ പറഞ്ഞു വരുന്ന ഒരു ടേം പറയുമ്പോൾ മൈനസ് കൂട്ടി പറയണം, മൈനസ് ഉണ്ടെങ്കിൽ. അപ്പോൾ -y എന്ന ടേമിലെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ -1 എന്നാണ് പറയുക. കാരണം -1 × y ഗുണിക്കുമ്പോഴാണ് -y ലഭിക്കുക. അപ്പോൾ -y എന്ന ടേമിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ -1 എന്നാണ്. ഓക്കെ. അവിടെ എക്സാമ്പിൾ 1 ഉണ്ട്. കോയിഫിഷ്യൻ്റ് എന്ന ഹെഡിങ്ങിൻ്റെ താഴെയായിട്ട്, സൈഡ് ഹെഡിങ്ങിൻ്റെ താഴെയായിട്ട് എക്സാമ്പിൾ 1 ഉണ്ട്. അവിടെ കുറച്ച് ഉദാഹരണങ്ങൾ: xy + 4, 13 - y², 13 - y + 5y². അങ്ങനെ കുറച്ച് ഉദാഹരണങ്ങളുണ്ട്. അതിൽ ഏതൊക്കെയാണ് എക്സ്പ്രഷൻസ്, അതുപോലെ ഏതൊക്കെയാണ് ടേമുകൾ, അതുപോലെ അവിടെയുള്ള ന്യൂമറിക്കൽ കോയിഫിഷ്യൻസ് ഏതൊക്കെയാണ് എന്നൊക്കെയാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക. അതിൻ്റെ സൊല്യൂഷന് ടാബിളായിട്ട് അവിടെ എക്സ്പ്രഷൻ ഏതാണോ, ടേമുകൾ ഏതാണോ, അതുപോലെ ന്യൂമറിക്കൽ കോയിഫിഷ്യൻ്റ് ഏതാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അതുപോലെ എക്സാമ്പിൾ 2 അവിടെയും നിങ്ങൾ നോക്കുക. വാട്ട് ആർ ദി കോയിഫിഷ്യൻസ് ഓഫ് എക്സ് ഇൻ ദി ഫോളോയിങ് എക്സ്പ്രഷൻസ്. അവിടെ കുറച്ച് എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്. അവിടെയുള്ള കോയിഫിഷ്യൻ്റ് ഏതൊക്കെ എന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ്. അതിൻ്റെ സൊല്യൂഷനിലും അതുപോലെ ടേബിൾ വരച്ചിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ടെക്സ്റ്റ് നോക്കി മനസ്സിലാക്കുക. എക്സാമ്പിൾ 2 തന്നെ രണ്ടാമത്തത് വാട്ട് ആർ ദി കോയിഫിഷ്യൻസ് ഓഫ് y ഇൻ ദി ഫോളോയിങ് എക്സ്പ്രഷൻ. അവിടെയും കോയിഫിഷ്യൻ്റ് കണ്ടെത്താനാണ്. അത് കോയിഫിഷ്യൻ്റ് ഏതൊക്കെയാണെന്നുള്ളത് ടെക്സ്റ്റ് നോക്കി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. ഇനി അടുത്ത ഹെഡിങ് ലൈക്ക് ആൻഡ് അൺലൈക്ക് ടേംസ്. ലൈക്ക് ആൻഡ് അൺലൈക്ക് ടേംസ് ആണ്. ഏതൊക്കെയാണ് ലൈക്ക് ടേം, ഏതൊക്കെയാണ് അൺലൈക്ക് ടേംസ് എന്നാണ് പഠിക്കാനുള്ളത്. ഒരേപോലെയുള്ള ആൾജിബ്രിക് ഫാക്ടേഴ്സ് ഉള്ള ടേമുകൾക്കാണ് ലൈക്ക് ടേം എന്ന് പറയുക. ഡിഫറൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉള്ളതിനാണ് അൺലൈക്ക് എന്ന് പറയുക. അപ്പോൾ ഉദാഹരണത്തിന് ഒരു എക്സ്പ്രഷൻ ലൈക്ക് ആൻഡ് അൺലൈക്ക് ആണ് നമ്മൾ പറയുന്നത്. ലൈക്ക് ആൻഡ് അൺലൈക്ക് ടേംസ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ലൈക്ക് ടേം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫാക്ടറുകൾ, സെയിം
ഫാക്ടർ എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ ഫാക്ടറിൽ നോക്കുക, അവിടുത്തെ വേരിയബിൾ അനുസരിച്ചാണ് നോക്കുക. അപ്പോൾ ഒരേപോലെയുള്ള വേരിയബിൾ വരുന്ന ടേമുകൾക്കാണ് ലൈക്ക് ടേംസ് എന്ന് പറയാം. വ്യത്യസ്ത വേരിയബിൾ വരുന്നതിനാണ് അൺലൈക്ക് ടേംസ് എന്ന് പറയാം. ഉദാഹരണത്തിന് ഒരു എക്സ്പ്രഷൻ 2xy മൈനസ് 3x പ്ലസ് 5xy മൈനസ് 4. ഇതിൽ 2xy എന്നതും അതുപോലെ 4xy എന്നതും ലൈക്ക് ടേമുകളാണ്. കാരണം അവിടെയുള്ള രണ്ടിലും 2xy എന്നിടത്തും 5xy എന്നിടത്തും രണ്ടിലും ഒരേപോലെയുള്ള വേരിയബിൾസാണ് അവിടെയുള്ളത്. ഒരേപോലെയുള്ള ആൾജിബ്രിക് ഫാക്ടേഴ്സാണ് ഉള്ളത്, എക്സും അതുപോലെ വൈയും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് എന്തെന്ന് പറയാം? ലൈക്ക് ടേമുകളാണ് എന്ന് പറയാം. നേരെ മറിച്ച് 2xy എന്നതും മൈനസ് 3x എന്നതും വ്യത്യസ്ത ഫാക്ടറുകളാണ്. ഒന്നിൽ എക്സ് ഉണ്ട്, എക്സ് മാത്രമേ ഉള്ളൂ, മറ്റൊന്നിൽ എക്സ് ഉണ്ട്, വൈ ഉണ്ട്. അപ്പോൾ അത് രണ്ടും അൺലൈക്ക് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തേനാണ് ലൈക്ക് അതുപോലെ അൺലൈക്ക് എന്ന് പറയാം. ലൈക്കും അൺലൈക്കും പഠിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അത് കൂട്ടുമ്പോഴും കുറക്കുമ്പോഴൊക്കെ ഉപകാരപ്പെടും. ലൈക്ക് ടേമുകൾ തമ്മിൽ കൂട്ടുകയും ലൈക്ക് ടേമുകൾ തമ്മിൽ കൂട്ടും. ഉദാഹരണത്തിന് ഇവിടെ നാം ഇപ്പോൾ പറഞ്ഞ ഉദാഹരണത്തിൽ 2xy മൈനസ് 3x പ്ലസ് 5xy മൈനസ് 4 എന്നത് നമ്മൾ ചെയ്യുമ്പോൾ 2xy എന്നതും 5xy എന്നതും ലൈക്ക് ടേമുകളാണ്. അപ്പോൾ അതിന് രണ്ടിനെയും നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ 7xy എന്നായി. പിന്നെ മൈനസ് 3x എന്നത് അൺലൈക്കാണ്, അതിനോട് ലൈക്കായിട്ടുള്ള മറ്റൊന്നില്ല. അപ്പോൾ മൈനസ് 3x. പിന്നെ മൈനസ് 4 എന്നതും അൺലൈക്കാണ്, അപ്പോൾ മൈനസ് 4 മറ്റൊന്ന് വേർതിരിച്ച് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 7xy മൈനസ് 3x മൈനസ് 4 എന്നാണ്. അപ്പോൾ ലൈക്ക് ടേമും അതുപോലെ ഇത് വിശദമായിട്ട് കൂട്ടേണ്ടതും കുറിക്കേണ്ടതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ലൈക്കും അൺലൈക്ക് ടേമുകളും പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ലൈക്ക് എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള ആൾജിബ്രിക് ഫാക്ടേഴ്സ് ഉള്ള ടേമുകൾക്കാണ് ലൈക്ക് ടേം എന്ന് പറയാം. അതുപോലെ വ്യത്യസ്ത ആൾജിബ്രിക് ഫാക്ടേഴ്സ് ഉള്ളതിനാണ് അൺലൈക്ക് ടേം എന്ന് പറയാം. ഇനി അടുത്തതായി പഠിക്കാനുള്ളത് മോണോമിയൽ, ബൈനോമിയൽ, ട്രൈനോമിയൽ എന്നിവകളാണ്. മോണോമിയൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മോണോമിയൽ, ബൈനോമിയൽ, ട്രൈനോമിയൽ, പോളിനോമിയൽ. മോണോമിയൽ എന്ന് പറഞ്ഞാൽ an expression which contains two unlike terms is called a binomial. രണ്ട് അൺലൈക്ക് ടേമുകൾ ഉൾക്കൊണ്ട ഒരു എക്സ്പ്രഷനാണ് ബൈനോമിയൽ എന്ന് പറയാം. ഉദാഹരണത്തിന് എക്സ് പ്ലസ് വൈ, എക്സ് എന്നത് അതുപോലെ വൈ എന്നത് രണ്ടും അൺലൈക്ക് ടേമുകളാണ്. അപ്പോൾ രണ്ട് അൺലൈക്ക് ടേം ഇതിലുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ബൈനോമിയൽ എന്ന് പറയും. ബൈനോമിയൽ. അതുപോലെ m-5, എം എന്ന ടേമും -5 എന്ന ടേമും രണ്ടും അൺലൈക്കുകളാണ്. അപ്പോൾ രണ്ട് അൺലൈക്ക് കൂടി. അതുപോലെ mn പ്ലസ് 4m, mn എന്നതൊരു ടേമാണ്, 4m എന്നത് മറ്റൊരു ടേമാണ്. രണ്ടും അൺലൈക്കാണ്. അപ്പോൾ രണ്ട് അൺലൈക്ക് കൂടിയതുകൊണ്ട് ഇതിനെക്കുറിച്ച് ബൈനോമിയൽ എന്നാണ് പറയാം. ഓക്കെ, മോണോമിയൽ എന്ന് പറഞ്ഞാൽ an expression with only one term is called a monomial. ഒറ്റ ടേം ഉള്ളതിനാണ് മോണോമിയൽ എന്ന് പറയാം. ഉദാഹരണത്തിന് 7xy, അതുപോലെ -5m,
മോണോമിയൽ. ഇതിൽ ഒറ്റ ടേമേ ഉണ്ടാവുള്ളൂ. ഉദാഹരണത്തിന് 7xy എന്നത് ഒറ്റ ടേമുള്ളൂ. അതുപോലെ മറ്റൊരു ഉദാഹരണം -5m ഒരു ടേമുള്ളൂ. അതുകൊണ്ട് ഇതിനെ മോണോമിയൽ എന്നാണ് പറയുക. മറ്റൊരു ഉദാഹരണം 3z², ഇതിനും മോണോമിയൽ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ മോണോമിയൽ പഠിച്ചു, അതുപോലെ ബൈനോമിയലും പഠിച്ചു. ഇനി ട്രൈനോമിയൽ. ട്രൈനോമിയൽ എന്ന് പറഞ്ഞാൽ മൂന്ന് ടേമുകളുള്ളതിനാണ് ട്രൈനോമിയൽ എന്ന് പറയുക. ഉദാഹരണത്തിന് x+y+7, എക്സ് ഒരു ടേം, വൈ മറ്റൊരു ടേം, 7 മറ്റൊരു ടേം. ഇതിനാണ് ട്രൈനോമിയൽ എന്ന് പറയാം. ഓക്കെ, ഇനി പോളിനോമിയൽ എന്ന് പറയും. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഇവകൾക്കെല്ലാം പോളിനോമിയൽ എന്ന് പറയും. പോളിനോമിയൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ താരീഫ് ഒന്നോ അതിലധികമോ ടേമുകളുള്ള എക്സ്പ്രഷൻസിനാണ് പോളിനോമിയൽ എന്ന് പറയുക. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞ മോണോമിയൽ ഒറ്റ ടേമുള്ളതിനാണ് മോണോമിയൽ എന്ന് പറയുക. അപ്പോൾ അതും പോളിനോമിയലാണ്. ബൈനോമിയൽ 2 ടേമുകളിലാണ് ബൈനോമിയൽ എന്ന് പറയുക, അതും പോളിനോമിയലാണ്. 3 ടേമുള്ളതിന് ട്രൈനോമിയൽ എന്ന് പറയും, അതിനെക്കുറിച്ചും പോളിനോമിയൽ എന്ന് പറയാം. 4 ടേമുള്ള, 5 ടേമുള്ള, അങ്ങനെ എത്ര ടേമുള്ളതിനും മൊത്തത്തിൽ പോളിനോമിയൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ പോളിനോമിയൽ എന്ന് എന്താണെന്ന് പഠിച്ചു, ട്രൈനോമിയൽ പഠിച്ചു, ബൈനോമിയൽ പഠിച്ചു, മോണിനോമിയലും പഠിച്ചു. ഓക്കെ, പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഒന്നോ അതിലധികമോ ടേമുകളുള്ളതിനാണ് പോളിനോമിയൽ എക്സ്പ്രഷൻസ് എന്ന് പറയാം. അപ്പോൾ അതിൽ എക്സാമ്പിൾ 3 നിങ്ങൾ കാണുന്നുണ്ടാവും. എക്സാമ്പിൾ 3ൽ അതിൽ ഏതൊക്കെയാണ് സ്റ്റേറ്റ് വിത്ത് റീസൺസ് വിച്ച് ഓഫ് ദി ഫോളോവിങ് പേഴ്സ് ഓഫ് ടേംസ് ആർ ഓഫ് ലൈക്ക് ടേംസ് ആൻഡ് വിച്ച് ആർ ഓഫ് അൺലൈക്ക് ടേംസ്. അവിടെ കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് ലൈക്ക് ടേം, ഏതൊക്കെയാണ് അൺലൈക്ക് ടേം, ലൈക്ക് ആവാനുള്ള കാരണം എന്താ, അൺലൈക്ക് ആവാനുള്ള കാരണം എന്താ എന്നാണ് ചോദ്യം. അതിൻ്റെ സൊല്യൂഷനും ഒരു ടേബിളിൽ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത പീരീഡിന് നിങ്ങൾ എക്സസൈസ് 12.1 വളരെ ഈസി ആയിരിക്കും. അപ്പോൾ 12.1 എന്ന എക്സസൈസ് നിങ്ങൾ എഴുതാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.